നമ്മുടെ രാജ്യത്ത് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ശാസന നൽകി എന്നത് ഒരു സമുദായത്തിൽ മുറിവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ ശാസന പൂമാലയായിട്ട് സ്വീകരിച്ച് തന്നെ സമസ്തയുടെ 100-ാം വാർഷികം മുന്നോട്ട് പോകുമ്പോൾ ഈ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 1000 കളികൾ കളിക്കുകയും 1000 കളികൾ കളിച്ച് അത് കിട്ടാതെ വരുമ്പോൾ പുളിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് തല വെച്ച് കൊടുക്കാതെ നമ്മൾ സ്ട്രൈറ്റായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തും വരെ നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകൾ അനുസരിക്കുക. അതിലെ കല്ലും നെല്ലും പതിരും ഒന്നും നമ്മൾ തിരിക്കണ്ട. ഇപ്പം എല്ലാം കൃത്യമായി നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടല്ലോ, ബോധ്യപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു. 0 പോയിന്റിൽ എടുക്കാനോ തടുക്കാനോ മടുക്കാനോ കൊടുക്കാനോ കഴിയാതെ നമ്മൾ സ്റ്റേജിലുമൊക്കെ അസ്തമിച്ചു പോകുമെന്ന് കരുതിയ ഒരു ഘട്ടത്തിൽ നിന്ന് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഉയർത്തെഴുന്നേറ്റ് ഇവിടം വരെ എത്തി. ഇപ്പം അവസാനം തലയും വാലും കൂടി നേരിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടും കുലുക്കമില്ലാതെ കലക്കാൻ നോക്കുന്ന ആളുകൾക്ക് കുലുക്കമില്ലാതെ തലയെടുപ്പോടുകൂടി തലക്കനത്തോടുകൂടി നേർക്കുനേർ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ഇടയ്ക്കിടെ ഒരു കണ്ണിൽ പൊടിയിടൽ എന്നുള്ള നിലയ്ക്ക് ശാസനയും അതുപോലെ തന്നെ വ്യക്തമായ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുവെങ്കിലും ഇതൊക്കെ സമസ്തയുടെ വളർച്ചയിൽ നമുക്ക് പങ്കുവഹിച്ചതിൻ്റെ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വളർച്ച നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് കൊച്ചു കാര്യങ്ങളിൽ ഇടപെട്ട് സമയം കളയാതെ 100-ാം വാർഷികത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടും അനൈക്യങ്ങൾക്ക് ഇടം നൽകാത്ത വിധം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഇനിയുള്ള നാളുകൾ മുഴങ്ങി കേൾക്കേണ്ടതും ഭയം എന്നുള്ളത് നമുക്കില്ല, ജാഗ്രത മതി എന്നുള്ള സന്ദേശമാണ് നമ്മുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും.